നിങ്ങളുടെയും മനസ്സിൽ ഇന്ന് സമ്മാനമായിട്ട് ഈ വചനം വെക്കാവോ? ആമോസ് 9:11. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ അവിടുന്ന് വീണ്ടും ഉയർത്തും, അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്ന പോലെ ഉയർത്തും. ഒന്നും നഷ്ടമായിട്ടില്ല. കർത്താവ് അത് തിരികെ പിടിക്കുക തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ തീഷ്ണതയെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ ഉശിരിനെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെക്കുറിച്ച് കരയുമ്പം കർത്താവ് ഒരു വാഗ്ദാനം നിങ്ങൾക്ക് തരികയാണ്. ആമോസ് 9:11. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം ഉയർത്തുമ്പോൾ, ദൈവമാണ് ഉയർത്തുന്നതെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്ന പോലെ ഉയർത്തും. അന്നത്തെ മഹത്വത്തെക്കാൾ ഉയർത്തും. നിങ്ങളോട് സത്യം ഞാൻ പറയുക, അവിടെ നാം പറയരുത് ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കും. നീ പറയരുത്. പ്രഭാഷകന്റെ പുസ്തകം 16-17 നീ പറയരുത് ഉന്നതത്തിൽ എൻ്റെ ദൈവം എന്നെ ഓർക്കുമോ? ഞാൻ ആരാണ്? മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ എനിക്കൊരിടമുണ്ടോ? നീ പറയരുത്. നിശീമമായ സൃഷ്ടികൾക്കിടയിൽ ഞാനൊക്കെ വെറും പൂഴിയല്ലേ? നീ പറയരുത്. സങ്കീർത്തനം 8 പറയുന്നു, ദൈവം മനുഷ്യനെ മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു, അവനെ മഹത്വവും ബഹുമാനവും കൊണ്ട് മുടിയണിയിച്ചു.